കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളുടെയും തലയെടുപ്പുള്ള കാഴ്ച നെറ്റിപ്പട്ടമില്ലാതെ എന്ത് ആഘോഷം, എന്ത് ഉത്സവം മലയാളികൾക്ക്. ഇവിടെ അക്ഷയ് എന്നൊരു കൊച്ചുമിടുക്കൻ്റെ കരവിരുതിൽ വിരിഞ്ഞ ഈ നെറ്റിപ്പട്ടമാണ് തിരുവനന്തപുരത്തെ മലയങ്കിളിലെ സ്കൂൾ ശാസ്ത്രമേളയിലെ ഒരു പ്രധാന ആകർഷണം. ഈ നെറ്റിപ്പട്ടം ഇത് നിർമ്മിക്കാനുള്ള എക്സ്പീരിയൻസ് എവിടുന്നാണ്? അച്ഛനൊരു കൂട്ടുകാരൻ ചെയ്തു, അപ്പം അങ്ങനെ അവിടെ നിന്നാണ് പഠിച്ചത്. ഈ ഉത്സവപ്പറമ്പിലൊക്കെ എപ്പോഴും നമ്മുടെ ഒരു നിറ കാഴ്ചയാണല്ലോ ഇത്. വേറെ എന്തൊക്കെ അറിയാം ഇതുപോലെ തന്നെ? എന്തൊക്കെയാണ് ഒത്തുകൂടയും ആനവട്ടം, പഞ്ചാബ് ഇതൊക്കെ ചെയ്യും. ഏറ്റവും ഇഷ്ടം ഏത് ചെയ്യാനാണ്? നെറ്റിപ്പട്ടം ചെയ്യാനാണ്. പേരെന്താണ്? അക്ഷയ്. വയനാട് ദുരന്തത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് കേരളം ഇപ്പോൾ ഉള്ളത്. വയനാട് എന്ന ദുരന്തമുഖം ഒരുപാട് പാഠമാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ ഇവിടെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് എങ്ങനെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു, അതിനെ എങ്ങനെ തടയാം എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ ശാസ്ത്രമേളയിൽ ഒരു വിഷയമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു മിടുക്കനുണ്ട്, നമുക്ക് ചോദിക്കാം. മോൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ആഷിഖ്. ഞാൻ താമസിക്കുന്ന മലയങ്കിഴി. ഇതെന്താണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയുന്നത് വെച്ചാൽ ഏറ്റവും അടുത്ത് നമ്മൾ കണ്ട വയനാട് ദുരന്തം, അതിനെ എങ്ങനെ ഉണ്ടാകും, അതായത് അത്രയും ഡിഗ്രി മല ചരിക്കുമ്പോൾ അതിൽ നിന്ന് അപ്പോഴാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ താഴെ ചാർട്ട് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കുഞ്ഞൊരു വർക്കിംഗ് മോഡലാണ്, സ്റ്റിൽ മോഡലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി വിശദീകരിക്കാമോ എന്തൊക്കെയാണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മല അപ്പാടെ ഇടിഞ്ഞ് ആ സമയത്ത് അവിടുത്തെ വീടുകളും എല്ലാം ഇടിഞ്ഞ് ഷീറ്റ് അങ്ങനെ അപ്പോഴാണ് ഒരു കുഞ്ഞരുവി ആ വഴിയെ പോകുന്നത്. അപ്പോൾ മരങ്ങളും ഇതെല്ലാം പോകുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു നല്ല പാറക്കല്ലുകളെല്ലാം ഉരുണ്ട് പോവുകയാണ്. അപ്പോൾ JCB ഒന്ന് അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അതാണ് ഈ സ്റ്റിൽ മോഡലിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഈ ശാസ്ത്രമേളയിൽ ഉടനീളം കാണാൻ സാധിച്ചത്. ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം, അതിനെ ചെറുക്കേണ്ട കാര്യങ്ങൾ, ഒപ്പം ഇവിടെ ഈ കൊച്ചുമിടുക്കൻ കാണിച്ചതുപോലെ മണ്ണിടിച്ചിൽ തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾ, അങ്ങനെ ഓരോരുത്തരും ഓരോ പുതിയ സന്ദേശമാണ് ഇവിടെ ഈ ശാസ്ത്രമേളയിലൂടെ അവർക്കായും പൊതുസമൂഹത്തിനായി നൽകുന്നത്. എന്താ മോനെ പേര്? ആദിത്യൻ. ഏത് ക്ലാസ്സിലാണ്? 7 പഠിക്കുന്നത്. എന്താ ചെയ്യുന്നത്? ആമാണ് ചെയ്യണത്. ആമ എന്തിലാണ്? കളിമണ്ണ്. ചിരട്ട ഉപയോഗിക്കുന്നുണ്ട്? ചിരട്ട കളിമണ്ണിൽ ആമ ഉണ്ടാക്കും. എന്താവാനാണ് ഇഷ്ടം വരുന്നത്? അല്ല, ഇപ്പൊ ആമ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പൊ നല്ലൊരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു ഭാവിയിലൊരു ശില്പി, ശില്പ നിർമ്മാണം അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ട്? എന്താണ് ഇഷ്ടമുണ്ട്. ഇത് എത്ര നാളായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്? 3 വർഷം. പഠിക്കുന്നുണ്ടോ എന്തെങ്കിലും? ഇല്ല. ജന്മനാ ഉള്ള ഒരു കഴിവാണ്. അച്ഛൻ പഠിപ്പിച്ചത്. അച്ഛൻ ശില്പം ചെറുതായിട്ടൊക്കെ. ഈ കുപ്പികളിൽ ഇത്ര മനോഹരമായിട്ട് ഇത് ചെയ്യാമെന്ന് മോന് പറഞ്ഞു തന്നാരാ? എത്ര ദിവസം എടുത്തു പഠിക്കാൻ? 2-3 ദിവസമായിട്ട് ഞാൻ ചെയ്യാൻ. ഇത് ഇഷ്ടമാണോ ഇങ്ങനെ ചെയ്യാൻ? ഇതിലൂടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? കുപ്പികൾ, വർക്കുകൾ, അങ്ങനെയൊക്കെ സാധനങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു. അതായത് ഈ പാഴായി പോകുന്ന കുപ്പികൾ, ഒരുപക്ഷെ കുപ്പികൾ വലിച്ചെറിയാതെ ആ പാഴായി പോകുന്ന കുപ്പികളെ എങ്ങനെ വീണ്ടും മനോഹരമാക്കി അതിൽ പെയിൻ്റൊക്കെ ചെയ്ത് അതിൽ ചില ചെറിയ മിനുക്ക് പണികളൊക്കെ ചെയ്ത് മനോഹരമാക്കി എങ്ങനെ വീണ്ടും റീയൂസ് ചെയ്യാം എന്നാണ് ഈ കൊച്ചുമിടുക്കൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു സന്ദേശമാണ് ഇതിലൂടെ ഈ സ്കൂളിലെ കുട്ടികൾക്കും ഒരു സമൂഹത്തിനും. മോൻ്റെ പേരെന്താ? ആദിത്യൻ നൽകിയിരിക്കുന്നത്. അവിടെ ഒരു ആദിത്യൻ ഒരു ചെറിയ ശില്പം ഉണ്ടാക്കുവാണ്, ഇവിടെ ഒരു ആദിത്യൻ കുപ്പികളിലൂടെ ഒരു മനോഹരമായ സന്ദേശം നൽകുകയാണ്. അങ്ങനെ നമുക്ക് വീണ്ടും ബാക്കി കാഴ്ചകൾ തുടങ്ങാം. എൻ്റെ പേര് കൃഷ്ണനുണ്ണി. എൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ എൻ്റെ കൂടെ പഠിക്കുന്ന 7th A പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരനാണ്. ഇത് ഗവൺമെൻറ് VHSS എന്ന് പറഞ്ഞ സ്കൂളാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ്റെ പേരാണ് ജോവിൻ. ഇതൊരു കാറ്റാടിയാണ്. ഇത് ലൈറ്റൊക്കെ ഇത് രാത്രിയിൽ കത്തും. ലൈറ്റ് ഒന്ന് കത്തൂല, അങ്ങനെയാണ്. ഇതെന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ചും കൂടെ ക്ലിയർ ആയി പറഞ്ഞുതരാം. ഈ കാണുന്നത് കാറ്റാടിയാണ്.
ഇത് ലൈറ്റാണ്. നമുക്ക് രാത്രി കരണ്ടൊക്കെ പോകുമ്പോൾ ഷോപ്പിംഗ് മോളിനകത്ത് തന്നെയാണ്. രാത്രി കരണ്ട് പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഇരുട്ടത്ത് നല്ല വെളിച്ചമുള്ളൊരു കാര്യമാണ് ഈ സാധനം. LED ബൾബാണ്. അത് ഒന്ന് നമ്മൾ ചുമ്മാ വെച്ചേക്കുന്നതാണ്, അത് കത്തിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ചുമ്മാ വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ കാണുന്നത് നമുക്ക് രാത്രി ഇരുട്ടൊക്കെ ആകുമ്പോൾ ചൂടൊക്കെ ആയുമ്പോൾ നമുക്ക് ചെറിയ കാറ്റ് കിട്ടാനുള്ള ഒരു സാധനമാണ് ഈ കാണുന്നതും ഈ കാണുന്നതും. ഇതില് ഈ കാണുന്ന ലൈറ്റ് നല്ല പ്രകാശം തന്നെയാണ്. ഇതെല്ലാം രാത്രിത്തേക്ക് നല്ലതാണ്. ഗവൺമെന്റ് VHSS മലയങ്കീഴിലാണ് ഞങ്ങളുള്ളത്. നേരത്തെ ശാസ്ത്രമേളയുടെ കാര്യവും ദൃശ്യങ്ങളും ഒക്കെ ഇവിടെ പങ്കുവച്ചല്ലോ. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് സ്കൂളിന്റെ PTA പ്രസിഡന്റ് കൂടിയായ ശ്രീ രവി സാറാണ്. നമുക്ക് സാറിനോട് ചോദിക്കാം, ഈ ഒരു കുട്ടികളുടെ ഈ ഒരു കഴിവ്, ഈ ഒരു മികവ്, അവർക്ക് വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഈ ഒരു അവസരം അവർ അത്രത്തോളം നന്നായി ഉപയോഗിക്കുന്നുണ്ട്, സ്കൂളിന്റെ ഒരു പിന്തുണ എന്തൊക്കെയാണെന്ന്. സാർ, ഇപ്പോൾ വ്യത്യസ്തമായ ഒരുപാട് പരീക്ഷണങ്ങൾ കണ്ടു. പരിമിതിക്കുള്ളിൽ നിന്നുള്ള പരീക്ഷണങ്ങളും വലിയ വലിയ പരീക്ഷണങ്ങളും വരെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിലെ ഓരോ ശാസ്ത്രമേളയും എന്താണ് നൽകുന്ന ആത്മവിശ്വാസം? കുട്ടികളിലേക്ക് ഈ പുതിയ ആശയങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് യാഥാർത്ഥ്യബോധം ഉണ്ടാക്കിയെടുക്കുകയാണ് ശാസ്ത്ര മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ കുട്ടികളിൽ ശാസ്ത്ര ബോധം വളർത്തിക്കൊണ്ടുവന്ന് യാഥാർത്ഥ്യം എന്താണെന്നും മറ്റ് അനാവശ്യമായ ചിന്തകളിൽ നിന്ന് കുട്ടികളെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശാസ്ത്രമേള നടത്തുന്നത്. അതിൽ അധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ്. അധ്യാപകർ അവരെ അതിനുവേണ്ടി നന്നായി പ്രലോഭിപ്പിച്ചും അവരെ നിർബന്ധിച്ചുമൊക്കെയാണ് പല കുട്ടികളെയും കൊണ്ടുവരുന്നത്. എന്നാലും പകുതിയോളം കുട്ടികൾ ഇതിൽ പങ്കാളികളായിട്ടുള്ള കുട്ടികൾ പകുതിയോളം പേരും താല്പര്യത്തോടെയാണ് ഈ കാര്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അവരുടെ പുതുതലമുറയ്ക്ക് പുതിയ വരുന്ന കുട്ടികൾക്കും പ്രചോദനമാകും എന്നാണ്.
ഡിജിറ്റൽ ക്ലാസ് റൂമുകളാണ് ഓരോ സ്കൂളിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ സ്കൂളിൽ നിന്ന് തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇന്ന് സ്കൂളിൽ പുതിയ സ്മാർട്ട് ക്ലാസ് റൂമിന് കൂടുതൽ കമ്പ്യൂട്ടറുകൾ കൂടി എത്തിയിരിക്കുകയാണ്. നമ്മളോട് ഇതിനെക്കുറിച്ച് പറയാനായി ഇവിടുത്തെ വിദ്യാർത്ഥി തന്നെ ചേരുകയാണ്. എന്താ മോളുടെ പേര്? ഗായത്രി. എന്താ പറയാനുള്ളത്? ഇത് കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം? 2018 സർക്കാർ നടപ്പിലാക്കിയ ഒരു പ്രോഗ്രാമാണ് ലിറ്റിൽ കിഡ്സ്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ ക്ലാസ്സുകൾ ലഭ്യമാണ്. എന്തിൻ്റെയൊക്കെ? ഗ്രാഫിക്സ്, AI, ബ്ലോക്ക് പ്രോഗ്രാമിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമും നമ്മളിവിടെയാണ് നടത്തുന്നത്. നമ്മുടെ സ്കൂളിൽ ഈ ലിറ്റിൽ കിഡ്സിൽ എല്ലാം പ്രോഗ്രാംസ് നമ്മൾ ലിറ്റിൽ കിഡ്സ് കുട്ടികൾ തന്നെയാണ് നേതൃത്വം നൽകി ചെയ്യുന്നത്. അപ്പോൾ ഈ പുതിയ കമ്പ്യൂട്ടറൊക്കെ വന്നതിൽ വളരെയധികം സന്തോഷം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഈ മോള് പറഞ്ഞതുപോലെ AI സാങ്കേതിക വിദ്യ, ഗ്രാഫിക്സ്, ഇതിൻ്റെ സാധ്യതകൾ വരും തലമുറ പ്രയോജനപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത തന്നെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പറയുന്നത്. ഒരുപാട് സ്റ്റാർട്ടപ്പുകളുടെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭാവി തലമുറയ്ക്ക് ഒരുപാട് വാഗ്ദാനമായി ഒരുപാട് കാര്യങ്ങൾ തന്നെ സർക്കാർ സ്കൂളുകളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ ശാസ്ത്രമേളയോടനുബന്ധിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്.